നമസ്കാരം. ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ വെമ്പായം. പൂരാടം നക്ഷത്രക്കാരുടെ വേഴമാറ്റത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. വേഴൻ 2025 മെയ് മാസം 14-ാം തീയതി ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിൽ പ്രവേശിക്കുക. വളരെ ആശ്വാസമാണ് വേഴഗ്രഹം 7-ൽ സഞ്ചരിക്കുന്ന സമയം. ഈശ്വരാനുഗ്രഹം പൂർണ്ണമായിട്ട് നമ്മളെ തുണയ്ക്കുന്ന സമയം. ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എത്ര മിടുക്കരാണെങ്കിലും ഭാഗ്യങ്ങൾ സിദ്ധിക്കും. ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണെങ്കിലും ഈശ്വരാനുഗ്രഹം വേണം. ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ മഹാരോഗങ്ങൾ മാറിക്കിട്ടും. പൂജകളും വഴിപാടുകളും പ്രാർത്ഥനകളും ചെയ്താൽ പൂർണ്ണ ഫലം കിട്ടും. ഒരു കേസിലാ കോടതിയിലാ ചെന്ന് പെട്ടാൽ പോലും കോടതി വിധികൾ പോലും നമുക്ക് അനുകൂലമായിട്ട് കിട്ടും. ഏത് രാജ്യത്ത് പോയാലും ചെറിയ ജോലിയിൽ നിന്ന് വലിയ ജോലികൾ കിട്ടും. ഇങ്ങനെ വലിയ അതിശയിപ്പിക്കുന്ന മഹാഭാഗ്യങ്ങൾ ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് കിട്ടുന്നത്. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിന്റെ വളർച്ചയും ഉയർച്ചയും ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ടാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈശ്വര ഭജനം നമുക്ക് നല്ലതായിരിക്കും. കൂടാതെ ഇപ്പൊ ഈശ്വരാനുകൂലം തെളിഞ്ഞു നിൽക്കുന്ന സമയം. ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കറണ്ടിനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല. കറണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഫാക്ടറിയും ഏത് മെഷീനറിയും എല്ലാം പ്രവർത്തിപ്പിച്ച് പെട്ടെന്ന് കാര്യം നടത്താൻ പറ്റും. കറണ്ട് ഇല്ലെങ്കിൽ ഒന്നും പ്രവർത്തിക്കാനും പറ്റൂല. കറണ്ട് അടിച്ചാൽ ചട്ടുമ്പോൾ. അപ്പൊ ഈശ്വരാനുകൂലം തെളിഞ്ഞു നിൽക്കുന്നത് ഇവിടെ 7-ലാണ്. അപ്പൊ വേഴൻ പൂരാടം നക്ഷത്രക്കാർക്ക് 1ഉം 4ഉം ഭാവം വഹിച്ചാണ് 7-ൽ വരുന്നത്. അപ്പൊ 7-ാം ഇടം എന്ന് പറയുന്നത് സൗമ്യ സപ്തമകേ വിവാഹഘടനം നഷ്ട അർത്ഥ ലാഭ സുദുർഭോഗവ്യാപ്ത സുഹൃതാം ജ്ഞാനാധികം ഇയാൾ ഫലം. വിവാഹഘടനം എന്ന് വെച്ചാൽ നമുക്ക് വിവാഹം നടക്കാത്തവർക്ക് മഹാഭാഗ്യമാണ്. പെട്ടെന്ന് കല്യാണമൊക്കെ നടക്കും. ഭാര്യ വേണ്ട, ഭർത്താവ് വേണ്ട, വിവാഹമേ വേണ്ട എന്ന് വിചാരിക്കുന്നവർക്ക് വിവാഹം കഴിച്ചാലേ എനിക്കൊരു സന്തോഷം കിട്ടൂ, ജീവിതം കിട്ടുമെന്ന് തിരിച്ച് മറിച്ച് ആലോചിച്ച് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടി നല്ല വിവാഹ ജീവിതം കിട്ടുന്ന സമയമാണ്. അതേപോലെ വിവാഹത്തിന് പല ജാതിക്കാര്, മതക്കാര്, രാഷ്ട്രീയക്കാര്, സംഘടനക്കാര്, സമുദായക്കാര് എല്ലാവരും വന്നു കൂടുന്ന ഒരു പുണ്യകർമ്മമാണ് വിവാഹം. മനുഷ്യജന്മത്തിൽ ഏറ്റവും പുണ്യകർമ്മമാണ് വിവാഹം. അപ്പൊ അതേപോലെ പല ജാതിക്കാരും, മതക്കാരും, രാഷ്ട്രീയക്കാരും, സംഘടനക്കാരും, സമുദായക്കാരും, സമൂഹത്തിലുള്ള എല്ലാവരുടെയും പ്രീതിയും സഹായവും അനുകൂലവും നമുക്ക് കിട്ടണ സമയമാണ്. അപ്പൊ നിങ്ങൾ വേണ്ടാന്ന് വിചാരിച്ച് ഒതുങ്ങിക്കളല്ല. എവിടെ ചെന്നാൽ എല്ലാവരുടെയും പ്രീതിയും സഹായവും സന്തോഷവും അനുകൂലവും ഒക്കെ കിട്ടും. അപ്പൊ അങ്ങനെ നമുക്ക് അനുകൂലം കിട്ടുന്ന ഒരു സമയമാണ്. നഷ്ടം വന്ന് കിട്ടാതെ കിടക്കണ പണങ്ങളൊക്കെ കിട്ടും. ജോലി കിട്ടും, അഡ്മിഷൻ കിട്ടും, അവസരം കിട്ടും, അധികാരം കിട്ടും. അങ്ങനെ നഷ്ടപ്പെട്ടു പോയല്ലോ ഭഗവാനെ, എനിക്കൊന്നും കിട്ടൂല എന്ന് വിചാരിച്ചത് നമുക്ക് കിട്ടും. നമ്മുടെ പരിശ്രമം കൊണ്ട് എല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പക്ഷെ ഇത് പറഞ്ഞാല് നിങ്ങൾക്ക് പരിശ്രമിക്കാൻ തോന്നുന്നു. പരിശ്രമിക്കൂ. പോകുന്ന കാര്യങ്ങൾ വിജയവും നേട്ടങ്ങളും നമുക്ക് കിട്ടും. വിദേശയാനം, വിദേശത്ത് പോകാനുള്ള യോഗമുണ്ട്. വിദേശത്ത് പോകാന്ന് പറയുമ്പോൾ നമുക്ക് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വിദേശത്ത് പോകാൻ പറ്റും. കൂടാതെ ഈ വിദേശ യാനം എന്ന് പറയുമ്പോൾ വയസ്സായ അച്ഛനമ്മമാരൊക്കെ ആണെങ്കിൽ പോലും അവർക്ക് വിദേശത്ത് ജീവിക്കാൻ വരെ യോഗമുണ്ട്. മക്കളൊക്കെ വിദേശത്താണെങ്കിൽ വിദേശത്തൊക്കെ കൊണ്ടുപോകാം. അവർക്കും കൂടെ വിദേശത്ത് ജോലിക്കല്ലെങ്കിൽ ജീവിക്കാനും സ്നേഹിക്കാനും സഹകരിക്കാനും പോകാനും അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും ബന്ധുക്കളും പല രാജ്യത്ത് ജീവിതത്തിന് വേണ്ടി പോകുന്നവരും ജീവിക്കണവരും എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ജീവിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. വിവാഹം, പരസ്പര സ്നേഹം, ബന്ധമൊക്കെ കിട്ടും. മക്കളുടെയും മരുമക്കളുടെയും ചെറുമക്കളുടെയൊക്കെ കല്യാണം നടത്താനും നടത്തിപ്പിക്കാനും കൂടി യോഗമുണ്ട്. അധികമായ നേട്ടങ്ങൾ കിട്ടും. പിന്നെ വേഴൻ ബുദ്ധിയും പുത്രരും സ്നേഹദേഹം അർത്ഥം ഗുരുത്വവും സുഖവും മന്ത്രഞ്ചം മന്ത്രത്വം നയവും വസയും ഗുരുവും എന്നാണ്. അങ്ങനെ ബുദ്ധിയും പുത്രരും ദേഹവും ദേഹം എന്ന് വെച്ചാൽ ശരീരത്തിന് സൗന്ദര്യവും ആരോഗ്യവും ബുദ്ധിയും ശക്തിയും അറിവും കഴിവൊക്കെ വർദ്ധിക്കും. വേറെ അനുകൂലിച്ച് നിൽക്കുന്നു. ആരോഗ്യമില്ലാതെ അവശതയിൽ കിടക്കണവർക്ക് പോലും ആരോഗ്യവും സൗന്ദര്യവും ബുദ്ധിയും ശക്തിയൊക്കെ വർദ്ധിക്കും. അങ്ങനെ സ്നേഹവും ദേഹവും ഒക്കെ കിട്ടും. സ്നേഹം കിട്ടും, ദേഹം ശരീരത്തിന് ആരോഗ്യം കിട്ടും. അത് മന്ത്രിത്വം, അധികാരം, പദവി, പ്രമോഷൻ, സാലറി, മെച്ചമൊക്കെ കിട്ടും. എന്നാൽ
ഇതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു ഗുരുക്കൊണ്ട് 2025 ഒക്ടോബർ 18 മുതൽ 2025 ഡിസംബർ മാസം 5-ാം തീയതി വരെ ഈ 7 നിൽക്കുന്ന വേഴ 8-ലോട്ട് വരും. ആ സമയം 8-ന്റെ പണി കിട്ടും. പിന്നെ അടുത്ത കൊല്ലവും വേഴ 7-ൽ നിന്ന് മാറി 8-ലാണ് വരണം. അപ്പൊ ഈ ഒരു 3 മാസവും അടുത്ത് വരുന്ന ഒരു കൊല്ലം നമ്മൾ സൂക്ഷിക്കണം. കാരണം എന്താ വെച്ചാൽ വേഴ 8 നിൽക്കുന്ന കാലം 8-ന്റെ പണി കിട്ടും. എന്താണ് പെട്ടെന്ന് നമ്മുടെ വരുമാനം, പ്രവൃത്തി, സാമ്പത്തിക ഇടപാടുകൾ, കുരുക്കുകളൊക്കെ ബാധിക്കുന്നതും, ദോഷം വരുന്നതും, ബാങ്കുകാർ ജപ്തിക്ക് വരുന്നതും, മക്കൾ പറഞ്ഞാൽ കേൾക്കാത്തത്, അവർക്കെല്ലാം വിദ്യക്ക് വേണ്ടിയും പഠിക്കാൻ വേണ്ടിയും വിവാഹത്തിന് വേണ്ടി സർവ്വതും കൊടുത്തിട്ട് എല്ലാം പോയി പിള്ളേർക്ക് നമ്മുടെ സ്നേഹമില്ലെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് വേണ്ടിയും കൂടെ കുറച്ച് എന്തെങ്കിലുമൊക്കെ മാറ്റി വെച്ചോളണം. അതിന് ശേഷമുള്ളത് പിള്ളേർക്ക് കൊടുക്കണം. ആർക്കും കൊടുക്കേണ്ടെന്നല്ല, കൊടുക്കണം. കാരണം എന്താണെന്ന് പറയാൻ വേഗം 8 വരുമ്പോൾ നേരത്തെ പറഞ്ഞ ഫലത്തിന് വിപരീതമാണ്. 8-ന്റെ പണി എന്താണ്? ജാതം വിഫലം വിനഷ്ടവികലോ ചത്രോ അതികഷ്ടോ അഷ്ടമഹാന. ജാതം വിഫലം ഒരു ഫലവും ഞങ്ങൾക്ക് കിട്ടണില്ല എന്ന് തോന്നും. ഈ നഷ്ടം കയ്യിരുന്നതും പോയി, കിട്ടാനുള്ളത് കിട്ടണതുമില്ല, തരാള് തരണതുമില്ല, കടവും കൂടെ ആവുകയും ചെയ്ത് ശത്രു അതികഷ്ടമാണ്, വളരെ കഷ്ടമാണ്, അഷ്ടമം. വേറെ 8 നിൽക്കുമ്പോൾ നമുക്ക് വിത്തക്ഷയം, പ്രവാസം, രോഗം, ജനന്തി, മരണഭീതിയും വേണം. വിത്തക്ഷം തന്നെ നഷ്ടം, പ്രവാസി നാടും വീടും വിട്ടുപോക്കും. ഇപ്പൊ വിദേശത്തിരിക്കുന്നവർക്ക് നല്ല ജോലിയും സാലറിയും മെച്ചമൊക്കെ കിട്ടിയാലും അതിനേക്കാളും നല്ല ജോലി കിട്ടുമെന്നും കൊണ്ട് എടുത്ത് ചാടിക്കളയും. സർക്കാർ ജോലിയുള്ളവരും ജോലി ലീവ് എടുത്താൽ, രാജിവെച്ചാൽ, വേറെ ജോലി ചെയ്താൽ, ബിസിനസ് ചെയ്താൽ രക്ഷപ്പെടും എന്നൊക്കെ തോന്നും. അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഉള്ളത് പോവും, ഉള്ള വരുമാനം വേറെ ഒന്നും കിട്ടാതെ വരുമ്പോൾ നമുക്ക് നഷ്ടങ്ങളിലേക്ക് വന്നു. രോഗങ്ങൾ എപ്പോഴും അസുഖങ്ങൾ, ഒരു ദിവസമെങ്കിലും ഓപ്പറേഷൻ ചെയ്ത് കിടക്കേണ്ടുന്ന അവസ്ഥകൾ, അറ്റാക്ക് മുതലായ കുഴപ്പങ്ങൾ, മരണഭയങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് വേഴറ്റ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ശ്രീരാമ ദേവതാര വിഷ്ണു ഇതര ക്ഷേത്രേഷു ചന്ദ്രാത്മജ എന്ന് വെച്ചാൽ വേഴനും ബുധന്റെ പുത്രൻ, ചന്ദ്രന്റെ പുത്രൻ ബുധനും ഒക്കെ ശ്രീരാമാദ്യ അവതാര വിഷ്ണു എന്നാണ്. അതേപോലെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി, ജനാർദ്ദന മൂർത്തികളെയൊക്കെ ഭഗവാനെ പ്രാർത്ഥിച്ച് ഈശ്വരാനുകൂല്യം വരുത്തിക്കൊണ്ട് പ്രവർത്തിച്ച വലിയ വലിയ കുഴപ്പങ്ങൾ നമുക്ക് വന്നാലും ബാധിക്കാതെ രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ വേഴെന്ന് പറയുന്ന ഗ്രഹം നമുക്ക് അനുകൂലിച്ചാണ് നിൽക്കണമെങ്കിൽ ഇടയ്ക്ക് ചെറിയ കുരുക്കുകൾ വരുന്നത് കൊണ്ട് നമ്മളെ രക്ഷിക്കാൻ നമ്മൾ വിചാരിച്ചാലേ പറ്റൂ പരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ടത്. ജാതകം നോക്കണം. ജാതകത്തിൽ നല്ല രക്ഷാകാലങ്ങള്, ഭാഗ്യാഭിവൃത്തികൾ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന വേഴമാറ്റം കൊണ്ട് നിങ്ങൾക്ക് വലിയ പരാജയങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം വേഴ 7-ലാണല്ലോ സഞ്ചരിക്കുന്നത്. സ്വപ്പം മാത്രമല്ല 8 നിൽക്കുന്നത്. 10 8 വരുന്നത് നമ്മൾ ഇപ്പോഴേ മുൻകരുതൽ എടുത്തോളണം. ആ സമയത്താണ് മക്കളുമായിട്ട് വഴക്കും പ്രശ്നങ്ങളാക്കും. ഇപ്പോഴും ഈ വേഴ 8 വരുന്ന കാലത്തും സന്താനങ്ങൾക്കെല്ലാം ചെയ്തിട്ടും പിള്ളേർക്ക് നമ്മളോട് വിരോധം എന്നൊക്കെ തോന്നും. അവർക്ക് മരിക്കണം, കലവിച്ചു പോകണം, നമുക്കും ആശുപത്രിയും രോഗങ്ങളൊക്കെ സ്വല്പം ബാധിച്ചു പോകുന്ന സമയം. അപ്പൊ അതുകൊണ്ട് നമ്മൾ മൃത്യുഞ്ജയോമം, നവഗ്രഹ പൂജ, കാലഭൈരവ പൂജ, ഐശ്വര്യ പൂജയൊക്കെ ചെയ്യും. ജാതകത്തിൽ എന്തെങ്കിലും ഗ്രഹപ്പഴ ഉണ്ടെങ്കിൽ അതിനും കൂടെ പരിഹാരം ചെയ്യണം. പിന്നെ കാലഭൈരവ സ്വാമി ക്ഷേത്രത്തില് എല്ലാ അമാവാസി പൂജയുണ്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും. ഇപ്പൊ രാവിലെ ഗണപതി പൂജയും 10 മണിക്ക് മൃത്യുഞ്ജയോമവും, അതേപോലെ പിതൃക്കൾക്ക് ബലി, തിലോഹോമം മുതലായ കർമ്മങ്ങളും, 4 മണിക്ക് യമരാജ പൂജ, സർപ്പപൂജ, പാട്ടുകൂട്ട്, 5 മണിക്ക് ഭദ്രകാളി പൂജ, 6 മണി തൊട്ട് 7 മണി വരെ ദ്രവ്യാഭിഷേകങ്ങൾ, ഒരുപാട് കലശങ്ങളൊക്കെ പൂജിച്ച്, അങ്ങനെ നവകം, സഹസ്രകലശം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഭക്ത ജനങ്ങളുടെ ആഗ്രഹ നിവർത്തിക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഈ കലശങ്ങൾ ഭഗവാന്റെ ബിംബത്തിൽ അഭിഷേകം ചെയ്ത് അമാവാസി പൂജയോടുകൂടി കാലഭൈരവ പൂജയും കാലഭൈരവ ഹോമവും ഒക്കെ നടത്തുന്നുണ്ട്. അത് ഏത് ഗ്രഹപ്പിഴകളുണ്ടെങ്കിലും ശത്രുദോഷങ്ങളും മൃത്യുദോഷങ്ങളും ആപത്തും അപകടം കടം മുതലായ വിഷമതകളൊക്കെ മാറി കിട്ടുന്നതാണ്. അപ്പൊ അതിനുവേണ്ടിയുള്ള പരിഹാരങ്ങളും ക്രിയാദികളൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും. നിങ്ങളെ കുടുംബക്ഷേത്രത്തിലും വീട്ടിന്റെ പരിസരത്തുള്ള അമ്പലങ്ങളിലും വിഷ്ണുക്ഷേത്രങ്ങളിലൊക്കെ ദർശനം, വഴിപാട്, നമ്മുടെ പ്രാർത്ഥന, നാമജപങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ലത് വരും.
മറ്റു മതത്തിലുള്ളവർ അവരുടെ മതമനുസരിച്ചുള്ള പ്രാർത്ഥനകളും നിസ്കാരങ്ങളും നേർച്ചകളും കുർബാനകളും ഒക്കെ ചെയ്തു പോകണം. അപ്പം നമുക്ക് വലിയ കുഴപ്പങ്ങൾ മാറി കിട്ടും. നിങ്ങൾക്കും കുടുംബത്തിനും സന്താനങ്ങൾക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.